എനിക്ക് പുതിയൊരു ഓർഡർ വരികയാണ് കേട്ടോ. അതും വലിയൊരു ഓർഡറാണ്. ആ ഓർഡർ കൊടുക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആദ്യം 2.5 ലക്ഷം രൂപ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ രേവതി കെട്ടണം. രേവതി എന്നല്ല, ആരാണോ ആ കോൺട്രാക്ട് എടുക്കുന്നത് അവർ കെട്ടണം കേട്ടോ. അങ്ങനെയാണ്. രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു എതിലാടിയായിട്ട് ഒരു സ്ത്രീ തന്നെ ഈവന്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവർ കയ്യിലും അത്യാവശ്യം നല്ല ക്യാഷുള്ള ടീം തന്നെയാണ്. രേവതിയുടെ വളർച്ച തടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ കൊണ്ട് ഇത്രയും പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ രേവതിയെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്ത്രീയുടെ വെല്ലുവിളി കേൾക്കുന്ന സമയത്ത് രേവതിയും അത് ഏറ്റെടുത്തും കൊണ്ട് ആ പൈസ റെഡിയാക്കാനുള്ള പദ്ധതി ഒരുക്കാണ്. ഈ കാര്യത്തെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ സച്ചി എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ രേവതിക്ക് ആവശ്യമുണ്ട് എന്നും 2.5 ലക്ഷം രൂപ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഞാൻ സഹായിക്കണോ എന്നുള്ള കാര്യം. എല്ലാ തവണയും നീയല്ലേ സഹായിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് വേറെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറഞ്ഞു തുടങ്ങുകയാണ്, എന്താണ് അച്ഛന് മാത്രമേ എന്നെ സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മേലെ കുറച്ച് പണം കൂടി കൂടുതൽ മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സച്ചി പറയാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് എൻ്റെ വീടിന്റെ ആധാരമാണ്, എന്തായാലും എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എനിക്കിത് മാത്രമേ തന്നുള്ളൂ, അതിൽ ഞാൻ കൂടുതൽ പണം എടുക്കാനോ എൻ്റെ ആധാരം പോക്കാനുള്ള ഒരു പണിയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും പദ്ധതി പൊളിച്ചടക്കുന്ന രീതിയിലൊക്കെ പറയാണ്. അപ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സച്ചി ഇതെല്ലാം കേട്ടിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നത്, അമ്മയുടെ സംസാരം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്ഛ, ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, അമ്മയുടെ ആധാരം പണയം വെക്കുന്ന കാര്യത്തെക്കുറിച്ചും അല്ല, അച്ഛമ്മയുടെ അടുത്ത് ഞാൻ പണം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പെർമിഷൻ ചോദിക്കാണ് കേട്ടോ രവിയുടെ അടുത്ത്. ഇത് കേട്ട ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ, നീ എന്തിനാണ് എന്നോട് പെർമിഷൻ ചോദിക്കുന്നത്, നിന്നെയും എന്നെയും വളർത്തിയത് അമ്മ ആയതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെ എല്ലാ അധികാരമുണ്ട് നിനക്ക് അമ്മയുടെ അടുത്ത് എന്തും ചോദിക്കാനുള്ളതെന്ന് പറയാണ് കേട്ടോ. ശരി അച്ഛാ, എന്നാ അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ. പക്ഷെ രേവതി പറയുന്നുണ്ട്, വേണ്ട, അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാരണം അച്ഛമ്മ തനിയെ സമ്പാദിച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളല്ലേ, ആ അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട, വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ള കാര്യം നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വന്ന് ചോദിച്ചാൽ മതി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തെ പോയി കാണുകയാണ് രേവതി. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ, സാധനം മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, പക്ഷെ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് സെക്യൂരിറ്റി പണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പണം പോകുന്ന മട്ടിലൊക്കെ രേവതിയുടെ അടുത്ത് പറയാണ്. അയാൾ നല്ല രീതിയിലാണ് പറയുന്നത്, ഒരിക്കലും രേവതിക്ക് പണം കൊടുക്കില്ല എന്നുള്ള രീതിയിലല്ല, അത് രേവതിക്ക് തന്നെ പിന്നെ വിനയായിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. അങ്ങനെ രേവതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയാണ്. തുടർന്ന് രേവതി നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ്. അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ ദേവുവിൻ്റെ അടുത്തും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവു ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് കേട്ടോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രേവതിയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് കേൾക്കുന്ന ഉടനെ തന്നെ ദേവു പറയുന്നുണ്ട്, ചേച്ചി, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 40,000 ഉണ്ട്, ബാക്കി പണം നമുക്ക് ചേച്ചി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം, ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ആദ്യം രേവതി, വേണ്ട, നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങാനും അത് വാങ്ങാനും ഇത് വാങ്ങാനെന്ന് പറഞ്ഞിട്ട് പണം ചിലവാക്കും, പക്ഷേ നീ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ, അത് എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചിലവാക്കണ്ട എന്ന് പറയുമ്പോൾ, ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ പഠിപ്പ് പോലും വേണ്ടെന്ന് വെച്ചിട്ടില്ലേ, ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ചേച്ചി നോ എന്ന് പറയരുതെന്ന് പറയാണ്. അങ്ങനെ രേവതിക്ക് ആ പണം മേടിക്കേണ്ടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതിക്ക് പണം കിട്ടിയ കാര്യം സന്തോഷത്തോട് കൂടിയിട്ട് വന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നുണ്ട്. രേവതി പണം അറേഞ്ച് ചെയ്ത കാര്യം ചന്ദ്രമതി അറിയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ആ സ്ത്രീയെ ഡാൻസ് പഠിപ്പിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ. അങ്ങനെ രേവതി എങ്ങനെയും ഈ കോൺട്രാക്ട് എടുക്കരുത്, മുന്നിലേക്ക് വരരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ രേവതി ഇങ്ങനെ പണവുമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ആ സ്ത്രീയെ വിളിച്ച് പറയുകയും, ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗുണ്ടകളൊക്കെ അറിയുന്ന ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അങ്ങനെ അവരുടെ പണിക്കാരെ വീട്ടും കൊണ്ട് തന്നെ പണം തട്ടിയെടുക്കുകയാണ് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും. രേവതിക്ക്
ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കുറച്ചു പേരെ വീട്ടും കൊണ്ട് രേവതി നടന്നു പോകുന്ന സമയത്ത് കയ്യിലുള്ള ബാഗ് പിടിച്ചു വലിച്ച് രേവതിയെ തള്ളിയിട്ടിട്ട് പണം കൊണ്ട് രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വിവരം നേരെ സച്ചിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന 2.5 ലക്ഷം രൂപ കുറച്ചു പേര് ബൈക്കിൽ വന്നിട്ട് എന്നെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി അന്വേഷിക്കുകയും സച്ചി നേരെ ആ സ്ഥലത്തെത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണോ മോഷണം നടന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഒരുപാട് പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ എന്നെ തള്ളിയിട്ടിട്ട് അവന്മാർ പണമായിട്ട് പോയെന്ന് പറയാണ് കേട്ടോ. എന്തായാലും രേവതി ഇതാരോ പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഈ പണവുമായിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവുവാണ് എനിക്ക് പണം അറേഞ്ച് ചെയ്തത്, അവൾക്കറിയാം, പിന്നെ അച്ഛൻ അറിയാമെന്ന് പറയണേ. അച്ഛനും ദേവും ഒരിക്കലും നിന്റെ ചീത്തത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. വേറെ ആർക്കെങ്കിലും അറിയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്ക് അറിയാമെന്നുള്ള കാര്യം പറയണേ. ഓഹോ, അപ്പോൾ ഉറപ്പായിട്ടും ഇത് അമ്മ ഇൻഫോം ചെയ്തിട്ട് ചിന്താമണിയുടെ ആൾക്കാർ തന്നെയായിരിക്കും നിന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ സച്ചിൻ നേരെ ചെല്ലുന്നത് ചിന്താമണിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. രേവതിയും കൂട്ടിയിട്ട് അവിടെ ചെന്നിട്ട് പണം അടിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുവാണ്. നിന്റെ ഭർത്താവ് വന്നിട്ട് രേവതി വലിയ റൗഡീസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കേട്ടോ. നിനക്ക് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നീ പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് രേവതിയെ പറ്റിച്ചിട്ട് അവര് പണം അടിച്ചു മാറ്റാനും രേവതിയെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അവർ ഓൾറെഡി ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, അന്നത്തെ പോലെ നിങ്ങൾ ഈ വൃത്തികെട്ട കളി കളിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ പണത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ നിങ്ങളുടെ പണമില്ല, ഞാൻ ആരെ വിട്ടിട്ടോ ഒന്നും ചെയ്തിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൈയൊഴിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവരുടെ നേരെ തിരിയുന്നുണ്ട് കേട്ടോ. ചിന്താമണിയുടെ കൂടെ തന്നെ കുറേ ആമ്പിള്ളേരുള്ളത് കൊണ്ട് തന്നെ സച്ചിയെ പിടിച്ചു മാറ്റാനും അവരുമായിട്ട് അടിയുണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും ഇതൊന്നും വേണ്ട സച്ചിയേട്ടാ, ഇവിടെ വച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവര് പെണ്ണായി പോയി, അല്ലെങ്കിൽ ഉണ്ടല്ലോ രേവതി, അവരെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കേണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സച്ചിയേട്ടന് എപ്പോഴും അടിപിടീൻ്റെ വഴിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല. എന്തായാലും അവർ തന്നെയാണ് പണം എടുത്തതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അത് നമുക്ക് എങ്ങനെയും തെളിയിച്ചേ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നത്, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയാലും അവർ കേസ് എടുത്ത് പരിപാടിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ ഒരുപാട് ദിവസമാകും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പണം നമുക്ക് കെട്ടണ്ടേ. അതുകൊണ്ട് തന്നെ പോലീസ് വഴി പോയിട്ട് യാതൊരുവിധ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവർ പോയ ആ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഒരു വീടിന്റെ ഫ്രണ്ടിൽ CCTV ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരിക്കലും ഒരുപക്ഷെ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചും കൊണ്ട് നമ്മുടെ ദേവുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, പോലീസുകാരനാണ്. ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് ദേവുവിന്. എന്തായാലും അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ പ്രപ്പോസ് ചെയ്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേവു എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അവർ സഹായിക്കുമല്ലോ. ദേവുവിന് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഓൾറെഡി അറിയാം കേട്ടോ. അങ്ങനെ ദേവുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയും അദ്ദേഹം വഴി തന്നെ ഇവർ CCTV ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിൽ കിട്ടുകയും അത് എടുത്തത് നമ്മുടെ ചിന്താമണിയുടെ ആൾക്കാരാണെന്നുള്ള കാര്യം തെളിവ് സഹിതം ഇവർക്ക് കിട്ടുകയും ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ രേവതിയും അതുപോലെ സച്ചിയും കൂടി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയും ആ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇവർ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തതാണ്, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, ഇവരെന്തെങ്കിലും മോഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വരുന്നെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഈ ചെയ്ത ആൾക്കാരെയും കൂടി പിടിച്ചിട്ടാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുകയാണ്. പണത് മാഡത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പണം ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ സ്ത്രീയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സച്ചിൻ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ പണം കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റിന് വേണ്ട കാര്യങ്ങളും ഇതൊക്കെ ചെയ്തതിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയിട്ട് ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി പണമായിട്ട് പോകുന്ന സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്നും ബാഗ് തട്ടിയെടുത്തോണ്ട് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് ആരാ ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെന്താ വെച്ചാൽ ഇത്ര ചിന്തിക്കാനുള്ളത്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളോ വേറെ ആരും അല്ലച്ചാ നമ്മുടെ അമ്മ തന്നെയാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയെന്ന് പറയാണേ. എന്താ ചന്ദ്ര ഈ കേൾക്കുന്നത്, ശരിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാനിതൊന്നും അറിയില്ല എന്ന മട്ടിലൊക്കെ ചന്ദ്രമതി സംസാരിക്കുന്നുണ്ടേ. അച്ഛ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന സ്ത്രീയുമായിട്ട് അമ്മയ്ക്ക് നല്ല റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായത് അച്ഛൻ്റെ ഓർമ്മയില്ലേ?
അന്ന് ഡെക്കറേഷൻ ഓർഡർ രേവതിക്ക് ഒരിക്കലും നല്ലപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ രേവതിയെ പുറത്തു വിടാതെ പിടിച്ചു വെച്ച കാര്യത്തെക്കുറിച്ച് അച്ഛൻ ഓർമ്മയില്ലേ? ആ സ്ത്രീ തന്നെയാണ് ഇതും ചെയ്തതെന്ന് പറയാണ് കേട്ടോ. എന്താ ചന്ദ്ര ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് രേവതിക്ക് ഇങ്ങനൊരു ഓർഡർ വന്ന കാര്യത്തെക്കുറിച്ചും അവൾ പണമായിട്ട് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അല്ലാതെ ഞാൻ അവരുടെ അടുത്ത് ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പക്ഷെ അവരെ അറിഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട് ചന്ദ്രമതി. ചന്ദ്ര എന്താ ഇത്? രേവതിയെ നന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തും ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇത്രയും തരം താഴുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിന് രവിയേട്ടാ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇപ്പോ രേവതി പണമായിട്ട് പോകുന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്കറിയായിരുന്നു എന്ന് ചോദിക്കാണ് കേട്ടോ ചന്ദ്ര. ഇതിലൊക്കെ എന്തിനാ നിങ്ങളെല്ലാവരും കൂടി എന്നെ വലിച്ചയക്കുന്നത്, എന്തിനാ എന്നെ കുറ്റം പറയുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ രവി, ഇത്രയും നാളായിട്ട് നിന്റെ കൂടെ തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടെ നീ എന്തെല്ലാം തരം താഴ്ന്ന ജോലികൾ ചെയ്യൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ചന്ദ്രേ, നീ എന്റെ അടുത്ത് വെറുതെ ഉടായി പറക്കാൻ വേണ്ടി നിൽക്കണ്ട. ഞാനൊന്നും ചെയ്തിട്ടില്ല രവിയേട്ടാ. ഇവര് മനഃപൂർവ്വം നിങ്ങളെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രേവതി ഉണ്ടാക്കിയ കഥയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണേ. ചന്ദ്രേ, എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തിരുത്തും. പക്ഷേ നീ എന്നാ നന്നാവാ ചന്ദ്രേ? അങ്ങനെ രേവതിക്കും അതുപോലെ സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ, അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിച്ചപ്പോ ഞങ്ങൾക്ക് ആരുടെയും സമാധാനം കെടുത്തണമെന്ന് ഒരാഗ്രഹവും ഇല്ല അമ്മേ. അമ്മയാണ് ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ തലയിട്ടിട്ട് ഞങ്ങൾക്ക് വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ വലിയ ഗോപുരമല്ലേ കെട്ടാൻ വേണ്ടി പോകുന്നത്, അതല്ലേ ഞാൻ തടുക്കാൻ വേണ്ടി വന്നത്. ചിന്താമണിയെ പോലുള്ള ആൾക്കാരുമായിട്ട് മത്സരം അവസാനിപ്പിച്ചിട്ട് നീ പോയിട്ട് ആദ്യം ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണി നോക്ക്. അതേ നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അമ്മ എല്ലാ കാര്യം ചിന്താമണിയുടെ അടുത്ത് പറയാറില്ലേ? ഇതും അമ്മ ചെന്നിട്ട് അവരുടെ അടുത്തൊന്ന് പറഞ്ഞേക്ക്. രേവതിയുടെ അടുത്ത് മത്സരിക്കാൻ വേണ്ട എന്നും, ഇങ്ങനെ മത്സരത്തിന് വന്നു കഴിഞ്ഞാൽ അവസാനം അവർ തന്നെയാണ് നാണം കെടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി അമ്മ ഒന്ന് പറഞ്ഞേക്ക്. അതുമാത്രമല്ല, ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്നും അവരെ വിളിച്ചിട്ട് അമ്മ കാര്യം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ ഫോണിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. ഉടനെ തന്നെ അമ്മയ്ക്കും ഒരു അറസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സച്ചി പറഞ്ഞ് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചന്ദ്രമതിയെ. അങ്ങനെ ചന്ദ്രമതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.